നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് CPM-ൽ കത്തിപ്പടരുകയാണ്. മന്ത്രി MP രാജേഷിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒരു വർഷത്തെ തകർത്തിയായി നടക്കുമ്പോൾ രാജേഷിന്റെ ക്യാമ്പ് മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ തിരിയുകയാണ്. സരിൻ മൂന്നാം പടം കെട്ടിയതോടുകൂടി പൊളിഞ്ഞത് MP രാജേഷിന്റെ ഇമേജാണ്. BJP-യിൽ K സുരേന്ദ്രൻ യുഗവും അവസാനിക്കും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന്റെ ഉത്തരവാദിത്വം മന്ത്രി MP രാജേഷിന്റെ തലയിൽ ചാരാനുള്ള ശ്രമങ്ങളാണ് വിവാദമായത്. P സരിനെ സ്ഥാനാർത്ഥി ഇടതുമുന്നണിയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം CPM സംസ്ഥാന കമ്മിറ്റിക്കാണ് എന്ന് രാജേഷ് അനുകൂലികൾ പറയുന്നു. അതേസമയം തന്നെ പാർട്ടി തോൽപ്പിച്ചു എന്ന പരാതിയാണ് സരിനുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പാലക്കാടിലെ CPM സത്യത്തിൽ ആടി ഉലയുകയാണ് എന്ന് സാരം. 2021 അപേക്ഷിച്ച് 721 വോട്ടുകൾ കൂടുതൽ നേടാൻ കഴിഞ്ഞു എന്ന ആശ്വാസം മാത്രമാണ് ഈ LDF-ന് ഉള്ളത്. മന്ത്രി MP രാജേഷും AA റഹീമും അടക്കമുള്ള നേതൃത്വം മെനഞ്ഞ തന്ത്രങ്ങൾ പൊട്ടിപ്പാളീസാവുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലിന് മാത്രമല്ല ഷാഫി പറമ്പിലിന് കൂടി തിരിച്ചടി നൽകുക എന്ന CPM തന്ത്രമാണ് ഫലം വന്നതോടെ പാളിയത്. കഴിഞ്ഞ 2 തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട LDF-ന് ഇത്തവണയും മണ്ഡലത്തിൽ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഇത്തവണയും LDF മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടതിനെ തുടർന്നാണ് കോൺഗ്രസിൽ നിന്ന് എത്തിയ P സരിൻ വാതിലിൽ മുട്ടിയത്. സീറ്റ് മോഹിച്ചു വന്ന ആൾ എന്ന പ്രചാരണം തുടക്കം മുതൽ തന്നെ സരിനെതിരെ ഉണ്ടായി. എന്നാൽ സരിൻ നിഷ്പക്ഷ വോട്ടുകൾ കൊണ്ടുവരുമെന്ന കണക്കുകൂട്ടലുകൾ പാളി. പുതുതായി ചേർത്ത വോട്ടുകൾ കൂടി കണക്ക് കൂട്ടുമ്പോൾ നിസ്സാരമായ വോട്ട് വർധന മാത്രമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായത്. പിന്നീട് കോൺഗ്രസ് പക്ഷത്തിൽ നിന്ന് ഒട്ടേറെ പേരെ മറുകണ്ഠം ചാടിച്ച സരിൻ സ്വന്തം പാളയത്തിൽ എത്തിച്ചു. എന്നാൽ അതും വോട്ടായില്ല. നീലപ്പെട്ടി, പാതിരാ റെയ്ഡ് എന്നിങ്ങനെ പലവിധ നാടകങ്ങളും ഇതിനിടെ അരങ്ങേറി. കൃഷ്ണദാസിനെ പോലെയുള്ള നേതാക്കൾ ആ നാടകത്തെ തള്ളിപ്പറഞ്ഞത് സ്വന്തം പാർട്ടി അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ വരവ് മുൻനിർത്തി 2 മുസ്ലിം പത്രങ്ങളിൽ പരസ്യം നൽകി ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. പാഴായി. ചുരുക്കത്തിൽ എല്ലാ അടവുകളും പാളിയെന്ന് സാരം. 2ാം സ്ഥാനത്തെങ്കിലും എത്തുക എന്നുള്ള മോഹം നടന്നില്ല. സംസ്ഥാന സെക്രട്ടറിയുടെ എല്ലാ ഈ ആശീർവാദത്തോടു കൂടി മന്ത്രി MP രാജേഷാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് ഏറ്റ വലിയ പരാജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. എന്നാൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി എല്ലാം രാജേഷിന്റെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പാലക്കാട് CPM നടത്തിയത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടമെന്ന് MP രാജേഷ് പറയുന്നു. പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വോട്ട് കൂട്ടാൻ സാധിച്ചു. 40,000 വോട്ട് പിടിക്കാനാകുമെന്ന് കരുതിയിരുന്നു. കല്ലേറുകൾ കാര്യമാക്കുന്നില്ല. പാലക്കാട് കണ്ടത് ഈ SDPI, ജമാഅത്തെ ഇസ്ലാമി, UDF കൂട്ടുകെട്ടാണ്. അവയുടെ ഈ ഔദാര്യത്തിലാണ് UDF ജയിച്ചത്. ഇന്നലത്തെ SDPI ആഘോഷം കേരളത്തിലുള്ള താക്കീതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന്റെ വിജയത്തിന്റെ അവകാശം ആദ്യം ഉന്നയിച്ചത് മത തീവ്രവാദികളാണ്. UDF നേതാക്കളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല CPM പ്രവർത്തിക്കുന്നത്. ആക്ഷേപങ്ങൾ കേട്ടാൽ ക്ഷീണിച്ചു പോകുന്നയാളല്ല താനെന്നും അദ്ദേഹം പറഞ്ഞു. UDF കോട്ട നിലനിർത്താൻ തന്റെ സഹായം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. പാലക്കാട് CPM ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പരസ്യം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മാധ്യമങ്ങൾ നൽകിയില്ല എന്നും MP രാജേഷ് പറയുന്നു. അതേസമയം രാജേഷ് പാലക്കാട് പ്രയോഗിച്ച എല്ലാ തന്ത്രങ്ങളും CPM തള്ളിപ്പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പെട്ടിക്കഥയും പരസ്യ വിവാദവും തിരിച്ചടിയായി എന്ന് CPM വിലയിരുത്തി. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട്ടെ പ്രചാരണവും തന്ത്രങ്ങളും പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് CPM. പ്രചാരണം നയിച്ച MP രാജേഷ് ഉൾപ്പെടെയുള്ളവർക്ക് പക്വത കുറവ് എന്ന വിമർശനവും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. CPM-ൽ ദൂരവ്യാപക ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നതാണ് പാലക്കാട്ടെ തോൽവി. സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നയസമീപനങ്ങൾ വരെ വരും ദിവസങ്ങളിൽ ഇഴകീറി പരിശോധിക്കാൻ വിധേയമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 3ാം സ്ഥാനത്ത് നിന്ന് നില മെച്ചപ്പെടുത്തലപ്പുറം എന്ത് പ്രതീക്ഷിക്കണമെന്ന ചോദ്യവുമായാണ് CPM നേതാക്കൾ പാലക്കാടിന് വണ്ടി കയറിയത്. വീണ് കിട്ടിയ സരിനെ വിദ്യയാക്കിയതിൽ തുടങ്ങി ആദ്യ അവസാനം സസ്പെൻസ് ത്രില്ലറായിരുന്നു തെരഞ്ഞെടുപ്പ് കളം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ വോട്ട് കൂടിയെന്നാണ് ഏക പിടിവള്ളി. എന്നാൽ ഇതിനായിരുന്നു P സരിനെ ഇറക്കിയത് എന്ന മറുചോദ്യവും ഉയരുന്നുണ്ട്. പെട്ടി വിവാദം മുതൽ പരസ്യ വിവാദം വരെ തൊട്ടതിലെല്ലാം പാലക്കാട് കൈപ്പുള്ളി എന്ന ചർച്ച ഫലം വരും മുമ്പേ സജീവമാണ്. പ്രാദേശിക തലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നയിച്ച MP രാജേഷ് അടക്കമുള്ള നേതാക്കൾക്ക് പക്വത കുറവുണ്ടായി എന്ന വിമർശനവും പാലക്കാട്ടെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതെല്ലാം ഇനി വിശദമായ ചർച്ചകൾക്ക് പാർട്ടി വിധേയമാക്കും. 1ാം സ്ഥാനത്തായിരുന്ന UDF-നെ മുഖ്യ ശത്രുവാക്കിയപ്പോൾ BJP-യോട് പലപ്പോഴും സ്വീകരിച്ചത് ഈ മൃദു സമീപനമാണ് എന്ന വിമർശനം ബാക്കിയാണ്. പെട്ടി വിവാദത്തിൽ കോൺഗ്രസിനെ നേരിടാൻ BJP-ക്കൊപ്പം CPM-ഉം ഒരുമിച്ചിറങ്ങിയതിലെ നാണക്കേട് ഇനിയും പാർട്ടിയെ വേട്ടയാടും. BJP-യോട് ഇടഞ്ഞ സന്ദീപ് വാര്യർ ഇടത്തോട്ട് വരുമെന്ന് ഉറച്ചിട്ടും കോൺഗ്രസ് റാഞ്ചിയതായാണ് മറ്റൊരു വീഴ്ച.
ക്ലീൻ സർട്ടിഫിക്കറ്റ് ആദ്യം നൽകിയ CPM നേതാക്കൾ പിന്നീട് സന്ദീപിനെ വർഗീയവാദിയാക്കിയുള്ള പ്രചരണവും കോൺഗ്രസ് നന്നായി ഉപയോഗിച്ചു. സന്ദീപിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ വൈകിപ്പോയി എന്ന വിമർശനവുമുണ്ട്. പ്രചാരണത്തിന്റെ ക്ലൈമാക്സിൽ സുപ്രഭാതത്തിന്റെയും സിറാജിലെയും നൽകിയ പരസ്യം തന്ത്രപരമായ മറ്റൊരു വഴിത്തിരിവായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഭൂരിപക്ഷ വിഭാഗത്തെയോ അതോ ന്യൂനപക്ഷങ്ങളെയോ ആരെ ഒപ്പം നിർത്തണമെന്നിൽ വ്യക്തതയില്ലാത്ത വിധം പാളുന്നതായി പാലക്കാട്ടെ CPM അടവ് നയങ്ങൾ മാറ്റി. വർഗീയ ശക്തികൾ കോൺഗ്രസിന് നൽകിയ വിജയമെന്ന് പുറത്തു വരുമ്പോഴും പാർട്ടി പരാജയം വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. MP രാജേഷിനെ ചുമതല ഏൽപ്പിച്ചതോടുകൂടി NN കൃഷ്ണദാസിനെയും AK ബാലനെയും പോലെയുള്ള നേതാക്കൾ പൂർണ്ണമായി തെറ്റി. കൃഷ്ണദാസ് പണപ്പെട്ടി വിവാദത്തിൽ പാർട്ടി നിലപാടിന് എതിരെ രംഗത്തെത്തിയതും വാർത്തയായി. AK ബാലന് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തികഞ്ഞ വിയോജിപ്പുണ്ടായിരുന്നു. പാലക്കാട് തന്നെയും കൃഷ്ണദാസിനെയും പോലെയുള്ള സീനിയർ നേതാക്കളെ കളത്തിൽ ഇറക്കാതെ രാജേഷിനെ പോലെയുള്ള ജൂനിയർമാരെ രംഗത്തിറക്കിയതിൽ മുതിർന്ന നേതാക്കൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അവർ പാർട്ടി തോൽക്കാൻ മാത്രമല്ല ദയനീയമായി തോൽക്കാനാണ് ആഗ്രഹിച്ചത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടത്. ബാലനും കൃഷ്ണദാസിനും ഒക്കെ രാജിനെതിരെ ഈ സർവ്വസന്നാഹങ്ങളായാണ് രംഗത്തിറങ്ങിയത്. അവർ രാജേഷിനെതിരെ പരോക്ഷമായി ഉയർത്തുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ്. സരിനെ നിർത്തി CPM-നെ ദയനീയമായി തോൽപ്പിച്ചു എന്ന ആരോപണമാണ് അത്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് രാജേഷിന്റെ അളിയൻ നിതിൻ കളിച്ച കളിയാണ് എന്ന് പലരും പറയുന്നുമുണ്ട്. എന്തായാലും വട്ടത്തിലും ചതുരത്തിലും ഒക്കെ തന്നെ CPM പണി കിട്ടി എന്ന കാര്യത്തിൽ വ്യക്തമാണ്. BJP സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലും വോട്ട് ചോർച്ച ഉണ്ടായി എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെ ഒളിയമ്പുമായി BJP നേതാക്കളും എത്തുകയാണ്. പാലക്കാട് സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നു എന്ന് സന്ദീപ് വാജ്പതി ഫേസ്ബുക്കിൽ കുറിച്ചു. BJP-യുടെ ഈ മേൽക്കൂര ശക്തിപ്പെടുന്നതെന്ന് BJP നേതാവ് N ശിവരാജൻ പറയുന്നു. സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും കുറെ കാലമായി സജീവമല്ലാത്തവയെ തിരികെ കൊണ്ടുവരുമെന്നും ശിവരാജൻ കൂട്ടിച്ചേർത്തു.